ഞാനൊരു കാര്യം പറഞ്ഞ കൊച്ചമ്മ ദേഷ്യപ്പെടരുത്. എന്താണ്? ആ ഇൻസ്പെക്ടർ പറഞ്ഞത് ഞാനും കേട്ടു. കൊച്ചമ്മ വിഷമിക്കരുത്. രശ്മിയെ കാണാതെ ഒരു നിമിഷം പോലും കഴിയാൻ എനിക്കാവുന്നില്ല രാമു. ഒരു അമ്മയുടെ ദുഃഖം അയാൾക്ക് എങ്ങനെ മനസ്സിലാവും? കൊച്ചമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കുമുണ്ട് പെങ്ങന്മാര്. അവരിൽ ഒരാളായിട്ടാണ് ഞാൻ കൊച്ചമ്മയെ കാണുന്നത്. കൊച്ചമ്മ കുട്ടിയെ വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റു. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? പോലീസിനെ കൊണ്ട് കഴിയാത്ത പലരും ചെയ്യുന്ന ചിലരെ എനിക്കറിയാം കൊച്ചമ്മ. ശരിയെന്നൊന്ന് മൂളിയാ മതി, നാളെ കുട്ടിയെ കൊച്ചയുടെ മുന്നിലെത്തി. നീ പറയുന്നത് നേരാണെങ്കിൽ അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എത്ര ലക്ഷങ്ങൾ ചെലവായാലും. ഇനി മോർക്ക് എന്താ വേണ്ടത്? അതാണെടുക്കൂ. രണ്ട് തവണ നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടി. 2 പ്രാവശ്യവും നീ എന്നെ തോന്നി. തവണ ഞാനും കരുതി തന്നെയാ വന്നിരിക്കുന്നത്. ഇതിന് വേണ്ട പണം തന്ന ആരാണെന്നറിയോ? വേറെ ആരുമല്ല, ഈ കൊച്ചിന്റെ അമ്മ, നിന്റെ പഴയ ഭാര്യ. ഇന്ന് ഈ കൊച്ചിനെയും കൊണ്ടേ ഞാൻ പോകും. മോളെ മോളെ കൊച്ചമ്മ എവിടെ? പുറത്തു പോയിട്ട് വന്നിട്ടില്ല. മോക്ക് എന്ത് പറ്റി? പേടിക്കാനൊന്നുമില്ല. നീ കൊച്ചമ്മക്ക് ഫോൺ ചെയ്യൂ, ഞാൻ കുഞ്ഞിനെ മോൾ കൊണ്ടേ കിടത്തിയിട്ട് വരാം. മോളിലുണ്ട്. രാമു പറഞ്ഞാ കൊച്ചമ്മേ, ജീവൻ പോലെ ചെയ്തിരിക്കും. നിനക്ക് വേണ്ടത് തരാം. ആദ്യം എന്റെ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ. മോളെ, എന്റെ മോളവിടെ. നീ പറഞ്ഞതാണല്ലേ? നീ പോലെ നീ അത് ചെയ്തിരിക്കും. ഇത്തവണ തോറ്റു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇനി ഞാൻ ഇറങ്ങുമ്പോൾ
പലതും സംഭവിച്ചെന്ന് വരും. എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. എനിക്ക് വേണ്ടത് എന്റെ കുട്ടിയാണ്. ഈ ഒരു വാക്കിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനി ഞാൻ ഏറ്റു. ആരും എന്നെ തോൽപ്പിക്കരുത്. എനിക്ക് ജയിക്കണം. ഡോക്ടർ, എന്താ ഇത്? പ്ലീസ് ഡോക്ടർ, ഞാൻ അത്ര കരിയല്ല. വേണ്ട ഡോക്ടർ, എന്നെ ഉപദ്രവിക്കരുത്. വേണ്ട. വേണ്ട ഡോക്ടർ, എന്റെ അടുത്ത് വരുന്നത് വന്നാൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടിയെന്ന് തോന്നുന്നു. വേഗം രോഗിയുടെ അടുത്തേക്കല്ലോ. യെസ് ഡോക്ടർ. ഞാൻ എവിടെയാണ്? എന്റെ ചേട്ടൻ എവിടെ? എല്ലാം പറയാം. ഹലോ, യെസ് സ്പീക്കിംഗ്. കൊച്ചിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു. വേഗം ചെന്നെ മോളെ കൊണ്ടുവാ. കൊച്ചിനെ കൊണ്ട് ഞാൻ എത്തും. പക്ഷേ ഏറ്റുമുട്ടലിനിടയിൽ അയാളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ I don't care. നീ എന്തിനാ ഇങ്ങോട്ട് വന്നു? നിന്റെ ചേട്ടന്റെ ഉപദ്രവം പോരാൻ കിട്ടോ? ഞാൻ എല്ലാം അറിഞ്ഞു. ചേട്ടന് സുധ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ജയിലിൽ നിന്ന് വന്ന ചേട്ടൻ, പ്രാന്താശുപത്രിയിൽ നിന്ന് വരുന്ന അനുജത്തി. എന്തൊരു കുടുംബം! നിങ്ങൾക്കൊക്കെ ഇതിനകത്ത് എന്ത് കാര്യം? ഒരു പഴയ ബന്ധത്തിന് ഇത്രയും വലിയ ശിക്ഷയോ? സുധ എന്താ നീ പറയുന്നേ? എന്റെ അച്ഛനെ കൊന്ന നിന്റെ ചേട്ടനെ ഞാൻ ഉപേക്ഷിച്ചു. നിങ്ങളുടെ അച്ഛനെ എന്റെ ചേട്ടൻ കൊന്നുവല്ലേ? ചേട്ടൻ ജയിലിൽ അനുഭവിച്ച വേദന ഓർക്കുമ്പോൾ ഇല്ല, മരിച്ചുപോയ ഒരാളുടെ ആഗ്രഹത്തിനായി ജീവിച്ചിരിക്കുന്നവരെ ബലി കഴിക്കാൻ ഞാൻ ഇനി സമ്മതിക്കില്ല. സുധ ഓർക്കുന്നുണ്ടോ? ചേട്ടനും സുധയുടെ അച്ഛനും വഴക്കിട്ട ആ ദിവസം. അന്ന് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് ഗോപിയുടെ കത്ത് വന്നു. അതുടനെ ചേട്ടനെ കാണിക്കാനായി പെയ്തുകൊണ്ടിരുന്ന മഴ പോലും വകവയ്ക്കാതെ ഉടനെ പുറപ്പെട്ടു. ചേട്ടന്റെ വണ്ടിയാണല്ലോ. ഇതാ. അങ്കിൾ,
വേണ്ട വേണ്ട.